എപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ വേട്ട നായ്ക്കളെ പോലെ പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസിയായ ഇ.ഡി. വക്രബുദ്ധി കാണിക്കരുതെന്നും നിയമത്തിൻ്റെ 4 അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നും പറയേണ്ടി വന്നിരിക്കുകയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇ.ഡി. കേസുകളിൽ പൊതുവിൽ ചുമത്തപ്പെടുന്ന PMLA ആക്ടുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജികൾ പരിഗണിക്കുന്ന ദിവസമായിരുന്നു. റിവ്യൂ ഹർജികൾ പരിഗണനയ്ക്ക് എത്തിയപ്പോൾ തന്നെ ഇ.ഡിക്കും കേന്ദ്ര സർക്കാരിനും വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഈ ഹർജികളൊന്നും നിലനിൽക്കുന്നതല്ല എന്നും പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇവയെ തള്ളണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ഇത് സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ചിനെ ഏറെ ചൊടിപ്പിച്ചു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ വാക്കാലുള്ള പരാമർശമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ സുപ്രീം കോടതി നടത്തിയ ആദ്യത്തെ പരാമർശം യു കാൻറ്റ് ആക്ട് ലൈക്ക് എ ക്രുക്ക് എന്നായിരുന്നു. അതായത് സുപ്രീം കോടതി പറയുന്നത് കേന്ദ്ര സർക്കാരിനോ ഇ.ഡിക്കോ ഒരു വക്രബുദ്ധി കാണിക്കാൻ അനുവാദമില്ല എന്നും അവർ നിയമത്തിൻ്റെ 4 അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നും പറഞ്ഞ കോടതി ഇ.ഡിയുടെ പ്രതിച്ഛായയിൽ, ഇ.ഡി എന്ന അന്വേഷണ ഏജൻസിയുടെ പ്രതിച്ഛായയിൽ കനത്ത ആശങ്കയും രേഖപ്പെടുത്തി. അതിന് പ്രധാന കാരണമായി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്, സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, 10 വർഷത്തിനിടെ 5000-ലേറെ കേസുകളാണ് ഈ PMLA ആക്ട് അടക്കം ചുമത്തിക്കൊണ്ട് ഇ.ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ 5000-ലേറെ കേസുകളിൽ വെറും 10 പേർക്കെതിരെ മാത്രമാണ് കുറ്റം തെളിയിക്കാൻ കോടതികളിൽ ഇ.ഡി എന്ന അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം 4-5 വർഷം PMLA ആക്ട് അടക്കം ചുമത്തി പ്രതികളെ ജയിലിലടച്ചു കഴിഞ്ഞ് അവരെ വെറുതെ വിടുന്ന ഘട്ടത്തിൽ ആരവർക്ക് നഷ്ടപരിഹാരം നൽകും എന്നൊരു ചോദ്യവും സുപ്രീം കോടതി അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വിചാരണയ്ക്കിടെ PMLA ആക്ടുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജികൾ വരും ദിവസങ്ങളിലും സുപ്രീം കോടതി പരിഗണിക്കും. 2022-ൽ PMLA ആക്ടിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ എല്ലാ മാറ്റങ്ങളും ശരിവച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ തന്നെ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുനഃപരിശോധിക്കുന്നത്. ആ പുതിയ വ്യവസ്ഥകൾ പ്രകാരം ഇ.ഡി PMLA കേസുകളിൽ ചുമത്തുന്ന ECIR എന്ന ഡോക്യുമെന്റിന്റെ കോപ്പി പോലും പ്രതിഭാഗത്തിന് നൽകേണ്ടതില്ല എന്നാണ് PMLA ആക്ടിലെ പുതിയ വ്യവസ്ഥ. ഇത് പ്രതികളുടെ കസ്റ്റഡി കാലാവധി വർദ്ധിക്കാനും അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടാനുമുള്ള സാധ്യത വളരെ കൂട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ റിവ്യൂ ഹർജിക്കാരുടെ അനുകൂലമായി ഒരു വിധി, അല്ലെങ്കിൽ 2022-ലെ വിധിയെ മറികടക്കുന്ന ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ഇ.ഡി ഉപയോഗിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വേട്ടയാടലുകൾ വലിയ രീതിയിൽ ഒരു തിരിച്ചടി നേരിടും എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കേരളത്തിലടക്കം ഒരു കോലാഹലം സൃഷ്ടിക്കും മാധ്യമങ്ങളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എന്നതിനപ്പുറം ഒരു വ്യക്തമായി ഒരു കേസ് പോലും തെളിയിക്കാൻ കഴിയാത്ത ഒരു അന്വേഷണ ഏജൻസിയാണ് ഇ.ഡി എന്ന് നിസ്സംശയം പറയാം. കാരണം ഇ.ഡി ലൈഫ് മിഷൻ മുതൽ കരുവന്നൂർ വരെ നടത്തിയ മുഴുവൻ അന്വേഷണങ്ങളിൽ കാതലായ ഒരു അഴിമതി കണ്ടെത്തി ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താനോ ഒരു ശക്തനായ ഭരണപക്ഷ നേതാവിനെ പ്രതിയാക്കി അദ്ദേഹത്തെ ജയിലിലടയ്ക്കാനോ ഇ.ഡിക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ലൈഫ് മിഷന്റെ പേരിൽ ഇ.ഡി കേരളമൊട്ടാകെ ഒരു കോലാഹലം നടത്തിയത്. അതിൽ എന്തെങ്കിലും മുന്നേറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നോട്ട് പോക്ക് ഉണ്ടായതായി ഇപ്പോൾ നമുക്കറിയില്ല. അതിനുശേഷം ഇ.ഡി കിഫ്ബിയുടെ പേരിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ അടക്കം വേട്ടയാടുന്ന ഒരു സമീപനം സൃഷ്ടിച്ചു. ഈ സമയങ്ങളിലെല്ലാം മാധ്യമങ്ങളെ ഉപയോഗിച്ച വാർത്തകൾ ചോർത്തി നൽകി ഒരു രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കാനും ഭരണപക്ഷമായ ഇടതുപക്ഷത്തിന് ഒരു പ്രതിച്ഛായാമങ്ങൽ ഏൽപ്പിക്കാനും കഴിഞ്ഞു എന്നതിനപ്പുറം ഒരു തെളിവും കണ്ടെത്താനും ഒരു അഴിമതി തെളിയിക്കാനും ഇ.ഡിക്ക് ലൈഫ് മിഷനിലും സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസിലും സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കരുവന്നൂരിലും നമുക്ക് കാണാൻ സാധിച്ചത്. കെ രാധാകൃഷ്ണൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ പോലും പ്രതിയാക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് CPM-നെ കടന്നാക്രമിക്കാൻ ഒരു അവസരം തുറന്നു നൽകി എന്നതിനപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദങ്ങൾ കെട്ടടങ്ങിയപ്പോൾ ഈ അന്വേഷണവും കെട്ടടങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു. അവസാനം ആ അന്വേഷണ ചുമതലയുള്ള യൂണിറ്റിന്റെ ഡയറക്ടറെ മാറ്റുന്ന ഘട്ടത്തിൽ
ഘട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നു. എന്തായാലും ED എന്ന അന്വേഷണ ഏജൻസിയോട് സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വന്നിരിക്കുന്നു വക്രബുദ്ധി കാണിക്കരുത് എന്ന്. ആ നിലയിലേക്ക് ED എന്ന അന്വേഷണ ഏജൻസിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും BJPയും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ED എന്ന അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയിൽ കോടതിക്ക് തന്നെ സംശയം രേഖപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു എന്നത് ആശങ്കാജനകമായൊരു സിറ്റുവേഷന്റെ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.